വളരെ സന്തോഷമുണ്ട്. ഒരു കുടുംബം നടത്തിയ നീതിക്ക് വേണ്ടി നടത്തിയ ഒരു പോരാട്ടത്തിന് ഒരു പരിധിവരെ വിജയം കണ്ടിരിക്കുകയാണ്. അതിൽ 14 പ്രതികളെ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയ ഒരു സാഹചര്യമാണ്. ആ 14 പ്രതികളും നമ്മൾ കാണേണ്ടത് വാടക കൊലയാളികളല്ല. CPMൻ്റെ നേതാക്കന്മാരും CPMൻ്റെ LC മെമ്പർ, അതിൽ ഒരു പ്രധാന ആൾ ഗൂഢാലോചന കേസിൽ ഇതിനകത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട CPMൻ്റെ മുൻ MLAയും ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറുമായ KV കുഞ്ഞിരാമൻ ഇതിനകത്ത് പ്രതിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇത് CPMൻ്റെ മസ്തിഷ്കത്തിനേറ്റ അടിയാണ്. ഒരു മുൻ MLA CPM നേതാവ് ഒരു കൊലപാതക കേസിൽ ഒരു 2 ചെറുപ്പക്കാരെ ക്രൂരമായി കൊല ചെയ്തതിൽ പ്രതിയാണ്, അതിൻ്റെ ഗൂഢാലോചനയിൽ പങ്കാളിയായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ CPMൻ്റെ കൊലപാതക രാഷ്ട്രീയം വ്യക്തമായിട്ട് വലിച്ചു കീറപ്പെടുകയാണ് ഇവിടെ. ഇതിനെതിരെയാണ് കോടതി ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്, വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. അതിൽ നമ്മൾ കാണേണ്ടത് ഈ കൊലപാതകത്തിൽ നേരത്തെ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തിയപ്പോൾ അതിൽ തൃപ്തിയാവാതെ കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെട്ടപ്പോൾ CPM ചെയ്തത് എന്താണ്? CPM ചെയ്തത് കോടികൾ മുടക്കി സുപ്രീം കോടതിയിൽ നിന്ന് വക്കീലിനെ കൊണ്ടുവന്നിട്ട്, ഏറ്റവും പ്രമുഖരായ രഞ്ജിത്ത് വാലിനി ഉൾപ്പെടെയുള്ള വക്കീലിനെ കൊണ്ടുവന്നിട്ട് CBI അന്വേഷണം വേണ്ട എന്നാണ് കോടതിയിൽ പറഞ്ഞത്. അതിൻ്റെ കാരണം ഇപ്പോൾ വളരെ വ്യക്തമാണ്. CPM നേതാക്കന്മാർക്ക് ഇതിനകത്തുള്ള പങ്ക് മാത്രമല്ല, CPM നേതാക്കന്മാർ ആസൂത്രണം ചെയ്ത് അറിഞ്ഞുകൊണ്ട് നടത്തിയ കൊലപാതകമാണ് എന്ന് വളരെ വ്യക്തമായിട്ട് പാർട്ടിക്ക് അറിയാവുന്നത് കൊണ്ടാണ് CBI അന്വേഷണം വരരുത് എന്ന് അവർ ആഗ്രഹിച്ചത്. അതിനു വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചത്. അപ്പോൾ അവർക്ക് കിട്ടിയ, അതാണ് ഞാൻ പറഞ്ഞത്, CPMൻ്റെ മസ്തിഷ്കത്തിന് ഏറ്റ അടിയാണിത്. ഇനിയെങ്കിലും ഇത് അവസാനിപ്പിക്കാൻ CPM തയ്യാറാകണം. ഇവരൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് മനുഷ്യരെ കൊല്ലുന്നതാണോ? ഇപ്പോൾ ഈ നേതാക്കന്മാർ, ഇപ്പോൾ പെരിയയിൽ നടക്കുന്ന മുഴുവൻ CPMൻ്റെ ആളുകളാണ്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിരുന്നു, LC മെമ്പറുണ്ട്, പാർട്ടി മെമ്പർമാരുണ്ട്. ഇവരൊക്കെയാണ് ഇപ്പോൾ പ്രതി ചേർത്തിരിക്കുന്നത്. വാടക കൊലയാളികളല്ല, CPM നേരിട്ട് കൊലപാതകം നടത്തുകയാണ്. അപ്പോൾ ഇത് 2 ചെറുപ്പക്കാരെ 2019 ആണ് കൊല ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും ആ കുടുംബം നീതിക്ക് വേണ്ടി നടത്തിയ ആ പോരാട്ടത്തിന് ഒരു പരിധിവരെ വിജയം തിരിക്കുന്നു. ആ കുടുംബത്തിൻ്റെ കണ്ണുനീര് അടങ്ങില്ല എന്ന് നമുക്കറിയാം. അതിന് ഒരല്പമെങ്കിലും ആശ്വാസം അവർക്ക് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാം. പങ്കില്ല എന്നാണ് തുടക്കത്തിലൊക്കെ തന്നെ CPM പറഞ്ഞ് പ്രതിരോധിക്കാൻ നോക്കിയത്. കോടതിയിൽ തന്നെ മുൻ MLA ഉൾപ്പെടെയാണ് ഇതിനകത്ത് കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത്. ഇനിയെങ്കിലും CPM അങ്ങനെ ഒരു ന്യായീകരണം മുന്നോട്ട് വരാൻ പറ്റില്ലല്ലോ. അല്ല, CPM ഇനിയും ന്യായീകരിക്കും, അതിലൊരു സംശയവുമില്ല. CPM ഇനി ന്യായീകരിക്കാൻ പോകുന്നത് 14 പേരെയും ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയ പ്രതികളെയാണ്, കൂടുതലൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് പല പ്രതിരോധങ്ങളും CPM ഇത് CBI കൂട്ടിലടച്ച തത്തയാണ് എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് CPM. ഇതിൻ്റെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇപ്പം നവീൻ ബാബുവിൻ്റെ കൊലപാതകം അല്ലെങ്കിൽ മരണം, ഞാൻ കൊലപാതകം എന്ന് വിശേഷിപ്പിക്കുന്നു, ആ ദുരൂഹ മരണം CBIക്ക് ആവശ്യപ്പെട്ട് അവർ കുടുംബം ഹൈക്കോടതിയിൽ പോയപ്പോൾ സർക്കാർ എതിർത്തതാണ്. CBI കൂട്ടിലടച്ച തത്തയാണ് എന്നാണ് ഗോവിന്ദ മാഷ് പറയുന്നത്. അതിൻ്റെയൊക്കെ കാരണം ഇതാണ്. CBI അന്വേഷണം പോലെയുള്ള അന്വേഷണം വന്നു കഴിഞ്ഞാൽ CPM നേതാക്കന്മാരുടെ പങ്കും CPMൻ്റെ ഈ കാര്യത്തിലുള്ള വ്യക്തമായ പങ്ക് തെളിഞ്ഞു വരും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവർ ഇതിനെയൊക്കെ എതിർക്കുന്നത്. ഇപ്പോൾ അവർക്കെതിരായിട്ട് കാര്യങ്ങൾ വരുന്നു എന്ന് പറയുമ്പോൾ ആ തരത്തിൽ നിലപാടെടുക്കുകയാണ്. അതിനെ ന്യായീകരിക്കാൻ ഇനിയും CPM നേതാക്കന്മാർ രംഗത്ത് വരും എന്ന് നമുക്കറിയാം. എത്രയെത്ര കൊലപാതകങ്ങൾ, ഞങ്ങളുടെ കേസ് TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തിലും ഇതുതന്നെയായിരുന്നല്ലോ, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുതന്നെയാണല്ലോ. അപ്പോൾ ഹൈക്കോടതിയിൽ പുതിയ ആളുകളെ വീണ്ടും ശിക്ഷിച്ചു, അവരെ 20 വർഷത്തേക്ക് ജീവപര്യന്തത്തിന് ശിക്ഷിച്ചു. അതൊക്കെ കണ്ടിട്ടും പഠിക്കാൻ CPM ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും ഇത് വളരെ സന്തോഷമുണ്ട്. ഇനി വിധി, ഇതിൻ്റെ ശിക്ഷ എന്താണെന്ന് നമുക്കറിയില്ല. ഇപ്പോൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതാണ്. ബാക്കി ശിക്ഷ വന്നതിന് ശേഷമേ മറ്റ് കാര്യങ്ങൾ അറിയാൻ സാധിക്കൂ.